ഹായ് ഓൾ, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ലിക്വിഡേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം, നമ്മുടെ KCS ആക്റ്റിലെ, അതായത് നമ്മുടെ നിയമത്തിലെ ചാപ്റ്റർ 10 അല്ലേ, ചാപ്റ്റർ എത്രയാണ്? 10 ആണ്. ചാപ്റ്റർ 10 ആണ് അല്ലേ, ചാപ്റ്റർ 10 ആണ് അല്ലേ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇല്ലാതാക്കുന്ന അല്ലേ, തുടച്ചു നീക്കുന്ന പ്രോസസ്സാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം അല്ലേ വിഷമം ഉള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ലിക്വിഡേഷനിലൂടെ പഠിക്കുന്നത്. കാരണം നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും, പക്ഷേ ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അല്ലേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും, അതേപോലെ മെമ്പേഴ്സും അതേപോലെ എന്താണ് പബ്ലിക് ആസ് വെൽ ആസ് ജനറൽ പബ്ലിക് അല്ലേ. അപ്പോൾ പൊതുജനങ്ങളുടെയും മെമ്പേഴ്സിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള സഹകരണ സ്ഥാപനത്തിന് എന്ത് വീഴുകയാണ്? താഴ് വീഴുകയാണ്, അല്ലെങ്കിൽ പൂട്ട് വീഴുകയാണ് അല്ലേ. അത് അടച്ചു പൂട്ടുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ആഗ്രഹങ്ങൾ അല്ലേ, അതിൻ്റെ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് മേലെ കരിനിഴൽ വീഴുന്ന അവസ്ഥയായി പോകും അല്ലേ. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഒരു സഹകരണ സംഘത്തെ ഇല്ലാതാക്കുന്ന പ്രോസസ്സായിട്ടുള്ള ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മുമ്പാകെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ എല്ലാവരും? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ 10 നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ സെക്ഷൻസും എടുത്തെടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ നമ്പർ മറക്കരുത്, ചാപ്റ്റർ 10 ആണ്. ഇനി ചാപ്റ്റർ 10ന്റെ ടൈറ്റിൽ എന്താണ് എന്ന് ചോദിക്കാം. ചാപ്റ്റർ 10ന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്റ് ആയി എന്നാണ് പറയുന്നത്. പക്ഷേ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ KCS ആക്ടിനകത്ത് പറയുന്ന ചാപ്റ്റർ 10 അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡേഷൻ എന്നല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെന്താണ്? വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം, ഓക്കെ, ലിക്വിഡേഷൻ or winding up and dissolution of cooperative society deals with which chapter in KCS Act എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയണം അത് ചാപ്റ്റർ നമ്പർ എത്രയാണ്? 10 ആണെന്ന്. ഓക്കെ, ഇനി ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം ചാപ്റ്റർ 10 ഇൻ KCS ആക്ട് എന്താണ് ടൈറ്റിൽഡ് വിത്ത് നമ്മുടെ KCS ആക്ടിലെ ചാപ്റ്റർ 10ന്റെ പേരെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയാം ലിക്വിഡേഷൻ എന്നല്ല, പിന്നെന്താണ്? വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം പഠിക്കാനുള്ള സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 71 ആണ്, അല്ലെങ്കിൽ വകുപ്പ് 71 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ 10 സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന സെക്ഷനാണ് സെക്ഷൻ 71. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ട സെക്ഷൻ ഏതാണ്? 71 തന്നെയാണ്. തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ അറിയാമല്ലോ, ചാപ്റ്റർ 10ന് മുമ്പുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്യൂട്ടാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട് അല്ലേ, മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ചാപ്റ്റർ എന്താണ്? ഈ പറഞ്ഞ 9 അവസാനിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 70B 70B എന്ന് പറയുന്നത്. അതിന് തുടർച്ചയായിട്ട് വരുന്ന 71 സെക്ഷൻ 71 സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ചാപ്റ്റർ 10 പുതിയ ചാപ്റ്ററാണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ഡിസ്പ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 10 സ്റ്റാർട്ട്സ് വിത്ത് സെക്ഷൻ 71. അപ്പോൾ എന്താണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്? വൈൻഡിങ് അപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? വൈൻഡിങ് അപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വൈൻഡ് അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹു ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയണം സെക്ഷൻ 71 പ്രകാരം ഇത്തരത്തിലുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രജിസ്ട്രാറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രാറാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാലോ, രജിസ്ട്രാർ ഈസ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അല്ലേ. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനിപ്പിക്കുന്നതും രജിസ്ട്രാറാണ്, അവസാനിപ്പിക്കുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാലോ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരകൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? രജിസ്ട്രാറാണ് അല്ലേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി
തുടങ്ങാൻ ആരംഭിക്കുന്ന കാര്യങ്ങൾ പ്രൊസീഡിങ്സും ആര് തന്നെയാണ് ചെയ്യുന്നത്? രജിസ്ട്രാറാണ്. അതേപോലെ സൊസൈറ്റിയെ സംരക്ഷിക്കുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാറാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയെ അവസാനിപ്പിക്കുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ രജിസ്ട്രാർ തന്നെയാണ് സെക്ഷൻ 71 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സെക്ഷൻ 71 പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്. സെക്ഷൻ 72 പറയുന്നത് ആരെക്കുറിച്ചാണ്? ലിക്വിഡേറ്ററിനെ കുറിച്ചാണ്. അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ. ഓക്കെ, സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർത്തലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് എല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ മേൽനോട്ടം എല്ലാം നടത്തുന്നതിന് വേണ്ടി, ആ പ്രൊസീഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് ആര്? ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും സെക്ഷൻ 72 പ്രകാരം ഹു ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു അപ്പോയിന്റ് ലിക്വിഡേറ്റർ ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതും രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുക്കുന്നതും രജിസ്ട്രാറാണ്. അതിനുവേണ്ടി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാറിനെയാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ ഡീൽസ് വിത്ത് വിച്ച് സെക്ഷൻ ഇൻ KCS ആക്ട്. അപ്പോൾ നമ്മൾ പറയണം എത്രയാണ്? സെക്ഷൻ 72 പ്രകാരമാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസറ്റുകളെല്ലാം എന്താണ്? അതെല്ലാം തിട്ടപ്പെടുത്തി അത് റിയലൈസ് ചെയ്ത് അത് വിറ്റ് കാശാക്കി ലൈബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്ത് കൃത്യമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ തരത്തിലുള്ള വൈൻഡിങ് അപ്പിനെ ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്? ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. എന്താണ് സെക്ഷൻ 73? സെക്ഷൻ 72 പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, ആരപ്പോയിന്റ് ചെയ്തിട്ടുള്ള? രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ലിക്വിഡേറ്റേഴ്സിന്റെ പവേഴ്സ് അല്ലെ, ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 73. ചോദിക്കും. ഓക്കെ, പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ, ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് KCS ആക്ടിൽ എന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക 73 ആണ്. അപ്പോൾ 71 എന്ന് പറഞ്ഞാൽ ലിക്വിഡേഷന് ഓർഡർ ഇടുകയാണ്, വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. അത് രജിസ്ട്രാറാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇനി സെക്ഷൻ 72 എന്ന് പറഞ്ഞാൽ 71 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ തന്നെ ഈ തരത്തിൽ വൈൻഡിങ് അപ്പ് എല്ലാം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ചുമതലയെല്ലാം വഹിക്കുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രാർ ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്യും. ആ ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ലിക്വിഡേറ്റേഴ്സിന്റെ പവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം അല്ലെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അധികാരങ്ങളാണ് ഈ ലിക്വിഡേറ്ററിന് ഇത്തരത്തിൽ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 73 പറയുന്നത്. ഓക്കെ, ഇനി ഒരു സെക്ഷനോടുണ്ട്, സെക്ഷൻ 74 അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 ഈ 3 സെക്ഷൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു 4 സെക്ഷനേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ ചാപ്റ്റർ 10. അതിൽ ആദ്യത്തെ 71, 72, 73 ഈ സെക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ 71 ആണ്. എന്താണ് 71 എന്ന് പറയുന്നത്? വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെന്ത് വേണം? ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യണം അല്ലേ, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? രജിസ്ട്രാർ ആണ്. അപ്പോൾ രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. ആ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്താലേ തൊട്ടടുത്ത സെക്ഷൻ 72 പ്രകാരം അവിടെ ലിക്വിഡേറ്ററിനെ രജിസ്ട്രാറിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ 72 പ്രകാരം രജിസ്ട്രാർ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്താൽ മാത്രമേ തൊട്ടടുത്ത സെക്ഷൻ 73 പ്രകാരമുള്ള ലിക്വിഡേറ്ററിൻ്റെ അധികാരങ്ങൾ ആ ലിക്വിഡേറ്ററിനെ എക്സസൈസ് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ 71 എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ആ ഓർഡർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തുകൊണ്ട് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ബേസ് എന്ന് പറഞ്ഞാൽ ഉത്തരവ്, ഓർഡറാണ്.
അപ്പോൾ അതാണ് ഈ ചാപ്റ്റർ 10ന്റെ തുടക്കത്തിൽ ആദ്യത്തെ സെക്ഷനകത്ത് തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ ആദ്യം വേണ്ടത് ഓർഡറാണ്, ഉത്തരവാണ്. അത് തന്നെയാണ് ആദ്യത്തെ സെക്ഷനകത്ത് പറയുന്ന സെക്ഷൻ 71 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇഫ് ദ രജിസ്ട്രാർ ആണ് 71 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട്, അല്ലെ എന്ത് റീസൺ, അല്ലെങ്കിൽ എന്ത് ഗ്രൗണ്ട്സ്, അല്ലെങ്കിൽ എന്ത് സർക്കംസ്റ്റാൻസസ്, എന്ത് സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആയിരിക്കും രജിസ്ട്രാർ ഇത്തരത്തിൽ 71 വിധേയമായിട്ട് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് 3 കാരണങ്ങളാണ്. ആ 3 കാരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എന്താണ് ഈ വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള കാരണങ്ങളിൽ പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രജിസ്ട്രാറിന് ഇങ്ങനെ ഒരു സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ 3 കാരണങ്ങളാണ്. ഈ 3 കാരണങ്ങളാണ് ആദ്യത്തെ സബ്സെക്ഷനകത്ത് പറയുന്നത്. ഫസ്റ്റ് അല്ലെ, ഒന്നാമത്തെ സബ്സെക്ഷനാണ് 71ന്റെ. എന്താണ്? വാട്ട് ആർ ദ ഗ്രൗണ്ട്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് രജിസ്ട്രാർ ക്യാൻ ഇഷ്യൂ എ വൈൻഡിങ് അപ്പ് ഓർഡർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ 3 കാരണങ്ങളിൽ ആദ്യത്തെ കാരണമാണ് സെക്ഷൻ 65. ഓക്കെ, എന്താണ് സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ? ഇൻക്വയറി ബൈ ദ രജിസ്ട്രാർ. ഓക്കെ, ഇൻക്വയറി ബൈ ദ രജിസ്ട്രാർ ആണ്. ഇൻക്വയറി ബൈ വിജിലൻസ് ഓഫീസർ ഉണ്ട്, അത് സെക്ഷൻ 68A. അതുകൊണ്ട് 65 പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറി ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. രജിസ്ട്രാറിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അധികാരം കൊടുക്കുന്ന ഒരു സെക്ഷനാണ് 65 എന്ന് പറയുന്നത്. രജിസ്ട്രാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം എന്ന് പറഞ്ഞാൽ 32 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. എന്താണ്? സൂപ്പർ സെഷൻ, രജിസ്ട്രാറിന്റെ വജ്രായുധം എന്നൊക്കെ അറിയപ്പെടുന്ന സെക്ഷനാണ് 32 എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ രജിസ്ട്രാറിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതോറിറ്റി രജിസ്ട്രാറിന് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇൻക്വയറി ആണ്, അല്ലാതെ എൻക്വയറി അല്ല, ഈ അല്ല. അപ്പോൾ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. സൊസൈറ്റിയുടെ എല്ലാ മേഖലകളിലും ആഴത്തിലിറങ്ങിയുള്ള പരിശോധനയാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. എൻക്വയറി എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഓക്കെ, കാര്യങ്ങളൊന്നും തിരക്കി അറിയുന്നത് മാത്രമാണ് എൻക്വയറി എന്ന് പറയുന്നത്. പക്ഷേ അത് ആഴത്തിലിറങ്ങി അന്വേഷണം നടത്തുമ്പോൾ എന്തായിട്ട് മാറും? ഇൻക്വയറി ആയിട്ട് മാറും. അതാണ് സെക്ഷൻ 65 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 65 പ്രകാരം രജിസ്ട്രാറാണ് ഇൻക്വയറി നടത്തുന്നത്. രജിസ്ട്രാറിൻ്റെ ഇൻക്വയറിയാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. രജിസ്ട്രാർ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻക്വയറിക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ 65 കുറേ കാരണങ്ങൾ പഠിക്കുമല്ലോ. ഓക്കെ, രജിസ്ട്രാർ സ്വന്തം തീരുമാനപ്രകാരം, അല്ലെങ്കിൽ DC റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ മെജോറിറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരം, അതല്ല എങ്കിൽ സൊസൈറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ 1/3 കുറയാത്ത ആളുകളുടെ റിക്വസ്റ്റ്, അതല്ലെങ്കിൽ ജനറൽ ബോഡിയുടെ കോറം വിച്ച് എവർ ഈസ് ലെസ്, അല്ലേ? ശരിയല്ലോ. പിന്നെ ഫിനാൻസിങ് ബാങ്ക്, അപ്പെക്സ് സൊസൈറ്റി, അഫിലിയേറ്റഡ് സൊസൈറ്റി, ഇവരുടെയൊക്കെ ആപ്ലിക്കേഷൻ മേൽ, അല്ലേ? എന്താണ്? ഇൻക്വയറി നടത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ സെക്ഷൻ 65 പ്രകാരം ഇൻക്വയറിക്കുള്ള ഓർഡർ കൊടുക്കും, അല്ലേ? രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആവണം, രജിസ്ട്രാറിന് തോന്നണം, അല്ലേ? ഈ ആൾക്കാരെല്ലാം റിക്വസ്റ്റ് ചെയ്തു, കമ്മിറ്റിയുടെ മെജോറിറ്റി റിക്വസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ജനറൽ ബോഡി റിക്വസ്റ്റ് ചെയ്തു, അതല്ല എങ്കിൽ DC റിപ്പോർട്ട് പ്രകാരം, ഇത് പ്രകാരം രജിസ്ട്രാറിന് തോന്നണം. അല്ലാതെ വെറുതെ അങ്ങ് 65 നടത്തത്തില്ല. എന്താണ്, മെജോറിറ്റി ആൾക്കാർ കൊണ്ടുവന്ന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇൻക്വയറി നടത്തത്തില്ല. കാരണം ഇൻക്വയറിക്കൊക്കെ നല്ല ചിലവുണ്ടല്ലേ. അപ്പോൾ രജിസ്ട്രാറിന് തോന്നണം ഇൻക്വയറിക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന്. എങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? 65 പ്രകാരം ഒരു ഇൻക്വയറി നടത്തും. സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ, ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ആ ഇൻക്വയറിയിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ, അല്ലേ, മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മേജർ ഇറഗുലാരിറ്റീസ്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻ, മിസ്കണ്ടക്ട്, ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ, അവിടുത്തെ ഓഫീസേഴ്സോ എംപ്ലോയീസോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്മേൽ രജിസ്ട്രാർ നടത്തുന്ന ഒരു നടപടിയാണ് സെക്ഷൻ 71 എന്ന് പറയുമ്പോൾ എന്താ? ആ റിപ്പോർട്ടിൽ പ്രകാരം ആ സൊസൈറ്റി ഇനിയും പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് രജിസ്ട്രാറിന് തോന്നിയാൽ, ഓക്കെ, രജിസ്ട്രാറിന് തോന്നിയാൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എന്താ? ചിലപ്പോൾ രജിസ്ട്രാർ 65 പ്രകാരം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ അത് കാരണമൊന്നുമല്ല, അത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് രജിസ്ട്രാറിന് തോന്നിയ 71 പ്രകാരം വൈൻഡപ്പ് ചെയ്യത്തില്ല, ഓർഡർ കൊടുക്കത്തില്ല. പിന്നെന്താ? രജിസ്ട്രാറിന് തോന്നണം 65ന്റെ റിപ്പോർട്ട്, ഇൻക്വയറി റിപ്പോർട്ട് പ്രകാരം ഇവിടെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇനിയും ഈ സൊസൈറ്റി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
സഹകരണ മേഖലയ്ക്ക് ആകപ്പാടെ നാണക്കേടാവും, സഹകരണ മേഖലയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? 71 പ്രകാരം ഇപ്പോഴേ സൊസൈറ്റി അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ, ഇപ്പോഴേ അങ്ങ് കർട്ടൻ ഇട്ടേക്കാന്ന് രജിസ്ട്രാറിന് തോന്നിയാൽ 71 പ്രകാരം വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 65 പ്രകാരം നടത്തുന്ന ഇൻക്വയറിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും മേജർ ഇറഗുലാരിറ്റി ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങൾ അവിടെ കണ്ടെത്തിയാൽ അവിടെ ആ സൊസൈറ്റി എന്ത് ചെയ്യും? ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഓർഡർ ഉത്തരവ് രജിസ്ട്രാറിന് കൊടുക്കാം എന്നുള്ളതാണ്, ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ്. മൈനർ ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിൽ, ചെറിയ പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യത്തേ ഉള്ളൂ? അത് കമ്മിറ്റിക്ക് ഡയറക്ഷൻ കൊടുത്ത് അത് റെക്ടിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ മേജർ ഇറഗുലാരിറ്റി ആണെങ്കിൽ അവിടെ 32 ഇടും അല്ലേ, സെക്ഷൻ 32 അല്ലേ. 32 എന്ന് പറയുമ്പോൾ എന്തോടാ ഉദ്ദേശിക്കുന്നേ? അത് ഗുരുതരമായിട്ടുള്ള അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? ലിക്വിഡേറ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് 32 പ്രയോഗിക്കും. 32 പ്രയോഗിക്കാം. ഇനി സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ പിന്നെ അവിടെ 32 പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനൊന്നും പോകണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? 32 ഇടും. പിന്നെന്താ? സൊസൈറ്റിയുടെ നഷ്ടം തിരിച്ച് ആ പ്രശ്നം മൂലം സൊസൈറ്റിക്ക് ഉണ്ടായ നഷ്ടം തിരിച്ചു പിടിക്കാൻ സെക്ഷൻ 68 സർചാർജ് അല്ലേ, ആ നഷ്ടം ആ കുഴപ്പം ഉണ്ടാക്കിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പരിപാടിയാണ് സെക്ഷൻ 68 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി രജിസ്ട്രാർ ആദ്യം തന്നെ തീരുമാനിക്കുകയാണ്, ഇനി ഇത് മുന്നോട്ട് പ്രവർത്തിച്ച് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഴിക്കാൻ പറ്റാത്ത കുരുക്കിലേക്ക് നീങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യാം? സെക്ഷൻ 71 പ്രകാരം സൊസൈറ്റി അങ്ങ് വൈൻഡപ്പ് ചെയ്യാം എന്ന് കരുതുവാണെങ്കിൽ പിന്നെ 32ഉം 68 ഒന്നും ഇടേണ്ട കാര്യമില്ല. ആണല്ലോ, കിട്ടുമല്ലോ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് അല്ലെങ്കിൽ ആദ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 65 അപ്പോൾ നമ്മൾ വൈൻഡിങ് അപ്പ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 65 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആദ്യം തന്നെ പഠിച്ചോണം. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66 സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസ്പെക്ഷനാണ്. സെക്ഷൻ 65 പോലെ സെക്ഷൻ 66 സൂപ്പർവിഷൻ ഇൻസ്പെക്ഷൻ അല്ലെ, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഇത് നടത്തുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാറാണ്. അതിന് ഉത്തരവ് കൊടുക്കുന്ന ഓർഡർ കൊടുക്കുന്ന ആരാ? രജിസ്ട്രാറാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനുമുണ്ട്. അതുപോലെ നമുക്കറിയാം സെക്ഷൻ 66 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫിനാൻസിങ് ബാങ്കിനും സൊസൈറ്റിയെ സൂപ്പർവൈസ് ചെയ്യാം. അല്ലേ? അപ്പോൾ സെക്ഷൻ 66 പ്രകാരം നടത്തുന്ന ഇൻസ്പെക്ഷനിൽ 65 പറഞ്ഞതുപോലെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ രജിസ്ട്രാറിന് തോന്നുവാണ് സൊസൈറ്റിയെ പ്രവർത്തിക്കാൻ വിടണ്ട എന്ന് തോന്നുവാണെങ്കിൽ രജിസ്ട്രാറിന് 71 പ്രകാരം എന്ത് ചെയ്യാം? ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ? സെക്ഷൻ 65 പ്രകാരം ഒരു ഇൻക്വയറി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടിയാണ് 71 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാറിനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഫിനാൻസിങ് ബാങ്കിനും ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ്. എന്നാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ടെക്നിക്കൽ ഹെഡ്, ഒഫീഷ്യൽ ഹെഡ് എന്നൊക്കെ പറയുന്ന ആരാണ്? രജിസ്ട്രാറാണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ സഹകരണ മേഖലയ്ക്ക് ആകപ്പാടെ നാണക്കേടാവും. അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ടുള്ള രജിസ്ട്രാറാണ് അല്ലേ. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ സൊസൈറ്റിയെ അല്ലേ അവരെ കൃത്യമായിട്ടൊരു കൊച്ചുകുട്ടിയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഭാവിയിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സൊസൈറ്റിയെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നു അല്ലേ. സൂപ്പർവൈസ് ചെയ്തെങ്കിൽ അവരെ എപ്പോഴും അവരുടെ മേലെ നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് 66 നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം ആർക്കുണ്ട്? രജിസ്ട്രാറിനുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസാണ് വല്ലപ്പോഴും നടത്തുന്ന ഇൻസ്പെക്ഷൻ അല്ലേ. അത് ക്രെഡിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ മേലെയാണെന്ന് നമ്മൾ 66 പഠിക്കും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, സെക്ഷൻ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആഴത്തിലിറങ്ങിയുള്ള പരിശോധന നടക്കുന്നത്. സെക്ഷൻ 65 എന്ന് പറയുന്നത്. സെക്ഷൻ 66 പറയുന്നത് എന്താ? സെക്ഷൻ 66 പ്രകാരം ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അല്ലേ. ഈ സൊസൈറ്റി ഭാവിയിലോ അല്ലെങ്കിൽ നിലവിലോ കുരുത്തക്കേട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കുന്നതിന് വേണ്ടി എപ്പോഴും സൊസൈറ്റി മേലെ നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും, സൂപ്പർവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ 66 പ്രകാരം ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ സൊസൈറ്റിയുടെ വർക്കിങ്ങിന് മേലേ ഉള്ളൂ. 65 പറഞ്ഞ എന്താ? എല്ലാ ഓൾ ഇൻ ഓൾ അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ. പക്ഷേ 66 പറയുന്നത് എന്താ? സൊസൈറ്റിയുടെ വർക്കിങ്ങിന് മേലേ ഉള്ളൂ.
ഇനി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് മേൽനോട്ടം നടത്തുന്നത്? സൂപ്പർവിഷൻ ഇൻക്ലൂഡ്സ് ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ബുക്കുകളെല്ലാം പരിശോധിച്ച് അവിടെ കൃത്യമായിട്ടാണോ ബുക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടി എപ്പോഴും ഇവരിങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്പെക്ഷൻ. പക്ഷേ 65 പ്രകാരം ഇൻക്വയറി എപ്പോഴും നടത്തത്തില്ല. അത് രജിസ്ട്രാറിന് തോന്നണം അല്ലേ, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആകണം, എങ്കിൽ മാത്രമേ 65 നമ്മൾ ഇടത്തുള്ളൂ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, 65 പ്രകാരം രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സെക്ഷൻ 66 അല്ലെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യാം, സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് രജിസ്ട്രാറിൻ്റെ അഭിപ്രായമെങ്കിൽ അതെന്ത് ചെയ്യാം, 71 വിധേയമായിട്ട് വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കണ്ടീഷനോടുണ്ട്, എന്താണ്, an application made by not less than, ഇത് കൃത്യമായിട്ട് പഠിക്കണം, എന്താണ് നോട്ട് ലെസ് ദാൻ ആണ്, നോട്ട് മോർ ദാൻ അല്ല, നോട്ട് ലെസ് ദാൻ 3/4 of the total members of a society is of opinion that the society ought to be wound up. ഒരു സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 4/3 എന്താണ്, 4/3 അംഗങ്ങളിൽ കുറയാത്ത മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാണ് രജിസ്ട്രാറിന്. അവരതിനകത്ത് സൈൻ ചെയ്യും അല്ലേ, അവർ സൈൻ ചെയ്തിട്ട് രജിസ്ട്രാറിന് കൊടുക്കുകയാണ്. രജിസ്ട്രാർ അത് പൊട്ടിച്ച് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ എന്താണ് അതിനകത്ത് എഴുതിയേക്കുന്നത്, ഞങ്ങൾക്ക് ഈ സൊസൈറ്റി തുടർന്ന് മുന്നോട്ട് പ്രവർത്തിച്ച് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, രജിസ്ട്രാർ ഈ സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കണം അല്ലേ, ശരിയല്ലയോ? മെമ്പേഴ്സ് ആണല്ലോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവരുടെ അഭിപ്രായം ഇതാണ്, ആ സൊസൈറ്റിയെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുവിക്കണം. അത് മെമ്പേഴ്സിൻ്റെ താല്പര്യമാണ്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെയുള്ള മെമ്പേഴ്സിൻ്റെ, മെജോറിറ്റിയാണ്. കണ്ടോ, 4/3 എന്ന് പറയുമ്പോൾ അവിടെ മെജോറിറ്റിയായി. മെജോറിറ്റി മെമ്പേഴ്സിൻ്റെയും തീരുമാനം ഇതാണ്, എന്താണ് അവരുടെ എല്ലാ ആഗ്രഹം ഇതാ, സൊസൈറ്റി എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതെന്ത് ചെയ്തു, അവർ എന്താണ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 4/3 കുറയാത്ത അംഗങ്ങൾ എന്ത് ചെയ്തു, ഒരു ആപ്ലിക്കേഷനകത്ത് സൈൻ ചെയ്ത് രജിസ്ട്രാറിന് കൊടുക്കുവാണ്. അപ്പോൾ രജിസ്ട്രാറിന് ഇത് കിട്ടി, രജിസ്ട്രാർ അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ് അവരുടെ അഭിപ്രായം, ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ദ സൊസൈറ്റി ഓട്ട് ടു ബി വൗണ്ട് അപ്പ്, സൊസൈറ്റി വൗണ്ട് അപ്പ് ചെയ്യുന്നതാണ് അവർക്ക് ആഗ്രഹം എന്ന് രജിസ്ട്രാറിന് തോന്നിയാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ 71 പ്രകാരം വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ 3 കാരണങ്ങൾ ഉണ്ടെങ്കിലും ഉടനെ അങ്ങ് വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുക്കുമല്ല. ഇതാണ് സർക്കംസ്റ്റാൻസസ്. 65, 66 പിന്നെ മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ്. മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നോട്ട് ലെസ് ദാൻ എന്താണ് 3/4 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്താണ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് രജിസ്ട്രാറിന്, അവരുടെ അഭിപ്രായം എന്താണ് സൂചിപ്പിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ 3 കാരണങ്ങളും പെട്ടെന്നൊരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നയിക്കത്തില്ല. പിന്നെന്താണ്, അവിടെയും കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഈ കാരണങ്ങളാൽ വൈൻഡിങ് അപ്പിനുള്ള സാഹചര്യം നിലനിൽക്കുകയാണെന്ന് തോന്നിയാൽ രജിസ്ട്രാർ ആദ്യം തന്നെ എന്ത് ചെയ്യും, മേ ആഫ്റ്റർ ഗിവിംഗ് ദ സൊസൈറ്റി ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ, സൊസൈറ്റിക്ക് എന്താണ് ഇതിന്മേൽ പറയാനുള്ളത് എന്ന് സൊസൈറ്റിക്ക് അത് കേൾക്കാനുള്ള, സൊസൈറ്റിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരം ആര് കൊടുക്കും, രജിസ്ട്രാർ സൊസൈറ്റിക്ക് കൊടുക്കും എന്നുള്ളതാണ്. ദെൻ അതുമാത്രമല്ല, ആൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഫിനാൻസിങ് ബാങ്ക് ടു വിച്ച് ദ സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ്. ഏത് സൊസൈറ്റിയാണോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ആ സൊസൈറ്റിയെ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന സൊസൈറ്റി ഏതാണോ അതാണ് ആ സൊസൈറ്റിയുടെ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയെ ഏത് സൊസൈറ്റിയിലാണോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഫിനാൻസിങ് ബാങ്ക്, അതിനെയാണല്ലോ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത്. സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്തേക്കുന്ന സൊസൈറ്റിയുടെ ധനസഹായ ബാങ്കാണ് അല്ലേ. അപ്പോൾ ആ സൊസൈറ്റിയോട് അഭിപ്രായം ചോദിക്കും, ഈ സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആൻഡ് ദ CCU, വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സൊസൈറ്റി ഏത് താലൂക്കിലാണോ ഉള്ളത് ആ താലൂക്കിലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും ഈ സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിക്കും. ഇതിന് ശേഷം മാത്രമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിന് ശേഷവും അല്ലേ രജിസ്ട്രാർ പറയുകയാണ് എന്താണ് വൈൻഡിങ് അപ്പിനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് രജിസ്ട്രാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് രജിസ്ട്രാർ ഈ പറഞ്ഞ ഓർഡർ, എന്താണ് ഓർഡർ, വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ, രേഖാമൂലം എഴുതി തയ്യാറാക്കിയ ഓർഡർ കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് ഇറ്റ് ടു ബി വൗണ്ട് അപ്പ്, നിർദ്ദേശിക്കുന്നു ആ സൊസൈറ്റിയെ വൈൻഡ് അപ്പ് ചെയ്യണം, പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ ഓക്കെയാണേ. അപ്പോൾ സെക്ഷൻ 71 സബ്സെക്ഷൻ 1 പ്രകാരം
വാട്ട് ആർ ദ ഗ്രൗണ്ട്സ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രജിസ്ട്രാർ 71 വിധേയമായിട്ട് സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത്. ഒന്ന് സെക്ഷൻ 65, രണ്ടാമത്തെ 66, അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ്. എത്ര മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ്? 4/3 കുറയാത്ത, അല്ലേ, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 4/3 കുറയാത്ത മെമ്പേഴ്സ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം രജിസ്ട്രാർ ചാടിക്കേറി ഉത്തരവിടുകയല്ല ചെയ്യുന്നത്. അവിടെ രജിസ്ട്രാർ ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് സൊസൈറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കും, അല്ലേ. സൊസൈറ്റിക്ക് അവിടെ റെപ്രസെൻറ്റേഷൻ നൽകാനുള്ള ഒരു അവസരം നൽകിയതിന് ശേഷം ആ സൊസൈറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന ഫിനാൻസിങ് ബാങ്കിനോട് അഭിപ്രായം ചോദിക്കും. അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം, അതിനുശേഷവും സൊസൈറ്റി രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? ഓർഡർ കൊടുത്തുകൊണ്ട് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് 71 സബ്സെക്ഷൻ 2 ആണ്. സബ്സെക്ഷൻ 1 ചില കാര്യങ്ങളുടെ പിൻബലത്തിലാണ് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ശരിയല്ലയോ? ചില കാര്യങ്ങളുടെ പിൻബലം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പെട്ടെന്ന് ഓർഡർ കൊടുക്കുമല്ല, എന്തൊക്കെ കാര്യങ്ങൾ പ്രൊസീഡിങ്സ് വഴിയാണ് ആ ഓർഡർ കൊടുക്കുന്നത് അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സൊസൈറ്റിക്ക് പറയാനുള്ള അവസരം കൊടുക്കും, അല്ലേ. അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്കിനോടും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോടും കൺസൾട്ട് ചെയ്യും. ഓക്കെ, ഇനി 71(2) എന്ന് പറഞ്ഞാൽ, സബ്സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ സ്വയം തീരുമാനിക്കുന്നു ഒരു സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, 71 സബ്സെക്ഷൻ 1 പറഞ്ഞത് സെക്ഷൻ 65 അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ 66 അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നിന്ന് രജിസ്ട്രാർ സ്വയം തീരുമാനിച്ചതല്ല. 65 പ്രകാരം ഇൻക്വയറി നടത്തിയപ്പോൾ അത് പ്രകാരം സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, 66 പ്രകാരം അങ്ങനെ തോന്നി, മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം അങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്ത പറയുന്നത് എന്താ? രജിസ്ട്രാറിന് തോന്നുകയാണ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യണം. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. അവിടെയും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാൽ രജിസ്ട്രാർ എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണ് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യണം. കാരണം അത് ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് നമ്മുടെ നിയമം. എന്താ പ്രകാരം ഈ സൊസൈറ്റി ചില കാരണങ്ങൾ കൊണ്ട് വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. എന്താണ്? നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ 65 പ്രകാരം 66 പ്രകാരം മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണെങ്കിൽ സബ്സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, ഇനി സബ്സെക്ഷൻ 2 പറയുന്നത് രജിസ്ട്രാർ മേ ഓൺ ഹിസ് ഓൺ മോഷൻ. കണ്ടോ, രജിസ്ട്രാർ സ്വയം തീരുമാനം, രജിസ്ട്രാറിന്റെ സ്വന്തം തീരുമാനപ്രകാരം ഡയറക്റ്റ് നിർദ്ദേശം കൊടുക്കുന്നു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു വൈൻഡ് അപ്പ് ഇറ്റ്സ് അഫയേഴ്സ്. ഒരു സൊസൈറ്റി എന്ത് ചെയ്യണം? അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉള്ള നിർദ്ദേശം കൊടുക്കുന്നു. അണ്ടർ ദ ഫോളോവിങ് സർക്കംസ്റ്റാൻസസ്. അതിന്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ഓക്കെ, അതിന്റെ കാരണങ്ങൾ എന്താണ്? താഴെ പറയുന്നവയാണ്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും സൊസൈറ്റി വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. ആ സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് രജിസ്ട്രാർ സ്വയം തീരുമാനിക്കുന്നത് സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, 65 പ്രകാരവും 66 പ്രകാരവും മെമ്പേഴ്സിനോ സബ്സെക്ഷൻ 1 പറയുന്നത് വേണമെങ്കിൽ എന്നുള്ളതാണ്. ഓക്കെ, വേണമെങ്കിൽ. ഓക്കെ, രജിസ്ട്രാർ അവിടെ തോന്നുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. 71(2) പ്രകാരം നിർബന്ധമായിട്ടും സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റൂ, ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. 71 സബ്സെക്ഷൻ 2 ക്ലോസ് എ, ആദ്യത്തെ സാഹചര്യം ക്ലോസ് എയിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? വേർ ഇറ്റ് ഈസ് എ കണ്ടീഷൻ of the registration of the society shall consist of at least 25 members and the number of members has been reduced to less than 25. എന്താണ് നമ്മുടെ സെക്ഷൻ 6 അറിയാലോ? നമ്മുടെ സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്, അല്ലേ? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ. ഓക്കെ, അതേപോലെ അതിന്റെ കൺസേൺഡ് റൂൾ ആണ് റൂൾ 3 എന്ന് പറയുന്നത്. റൂൾ 3, അല്ലേ? സെക്ഷൻ 6 റൂൾ 3. ഇതിലെ എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഇത് രണ്ടും ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ സെക്ഷൻ 6 റൂൾ 3 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 6 സബ്സെക്ഷൻ 2B, അല്ലെ? 2B പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. ഓക്കെ, അതൊരു കണ്ടീഷനാണ്, അല്ലേ? ആ സെക്ഷൻ 6 സബ്സെക്ഷൻ 2B പറയുന്നുണ്ട് എല്ലാ മെമ്പേഴ്സും ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഒരു സൊസൈറ്റിയുടെ എല്ലാ മെമ്പേഴ്സും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ എത്ര പേര് വേണം? 25 പേര് വേണം. അവർ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ റൂൾ 3യുടെ സബ് റൂൾ 2 പറയുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനകത്ത് സെയിം കണ്ടീഷൻ തന്നെ,
അല്ലേ നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി സൈൻ ചെയ്തിരിക്കണം അല്ലേ. ആപ്ലിക്കേഷൻ സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. ശരിയല്ലേ പറഞ്ഞത്? ഇതൊരു കണ്ടീഷനാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പാലിച്ചിരിക്കണം. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ആ സൊസൈറ്റിയുടെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 25 കുറവായി. കണ്ടോ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമല്ല 25 മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് വേണ്ടത്. പിന്നെന്താ, സൊസൈറ്റിയുടെ ആജീവനാന്ത കാലം അവിടെ എന്താണ് മിനിമം മെമ്പേഴ്സ് 25 പേരെങ്കിലും ഉണ്ടായിരിക്കണം, അതിൽ കുറയാൻ പാടില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ഈ കണ്ടീഷൻ പാലിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ സൊസൈറ്റിയുടെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 25 താഴെ വന്നു. ക്ലിയർ ആണോ പറഞ്ഞേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റി ഇനി പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല, പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിർബന്ധമായിട്ടും അതിനെ വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. കണ്ടോ, നിർബന്ധമാണ്. കാരണം നമ്മുടെ നിയമത്തിനകത്ത് പറഞ്ഞേക്കുന്ന പ്രൊവിഷൻ പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, വേർ ഇറ്റ് ഈസ് എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ് ഷാൾ കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. സൊസൈറ്റിയിലെ ഏറ്റവും കുറവ് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? 25 പേര് അല്ലേ, ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. അവരെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അത് സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ പാലിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സൊസൈറ്റി. ആൻഡ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, കണ്ടോ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എപ്പോഴോ ആ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. കണ്ടോ, കുറഞ്ഞു. എത്രയിൽ കുറഞ്ഞു? 25. അപ്പോൾ 25 ലെസ് ദാൻ 25 ആയി. കണ്ടോ, റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25. അപ്പോൾ 25 താഴെയായി. ചിലപ്പോൾ 24 മെമ്പേഴ്സ് ആയി കാണും, അല്ലെങ്കിൽ 23 മെമ്പേഴ്സ് ആയി കാണും അല്ലേ. ഏറ്റവും കുറഞ്ഞ 25 പേര് വേണം എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സൊസൈറ്റി നമ്മുടെ നിയമപ്രകാരം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? സെക്ഷൻ 71 പ്രകാരം നിർബന്ധമായിട്ടും രജിസ്ട്രാർ എന്ത് ചെയ്തിരിക്കും? ലിക്വിഡേഷൻ ഓർഡർ കൊടുത്തിരിക്കും. അവിടെ രജിസ്ട്രാർ സ്വയം തീരുമാനിക്കുന്നതാണ്. മറ്റേത് 65 പ്രകാരം തീരുമാനിച്ചതല്ല, അല്ലെങ്കിൽ 66 പ്രകാരം തീരുമാനിച്ചതല്ല, അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം തീരുമാനിച്ചതല്ല. ഇവിടെ രജിസ്ട്രാർ സ്വയം തീരുമാനം എടുക്കുകയാണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ പറഞ്ഞേ? സെക്ഷൻ 71 സബ്സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്നു രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നേ? വേർ ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ റൂൾ 7 എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട് അല്ലേ. റൂൾ 7 കൃത്യമായിട്ട് പറയുന്നുണ്ട് പീരീഡ് ഓഫ് കമൻസ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. എന്താണ്, സൊസൈറ്റിയുടെ വർക്കിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് പറയുന്ന റൂളാണ് റൂൾ 7 അല്ലേ. ആ റൂൾ 7 പറയുന്നുണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ ഒരു സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങിയായിട്ട് കണക്കാക്കപ്പെടുന്ന എപ്പോഴാ? നമ്മുടെ റൂൾ 8 പ്രകാരം ഫസ്റ്റ് ജനറൽ ബോഡി എപ്പോഴാണ് കൂടുന്നത്? രജിസ്ട്രേഷൻ കിട്ടി 3 മാസത്തിനുള്ളിൽ എന്ത് വിളിച്ചിരിക്കണം? ഫസ്റ്റ് ജനറൽ ബോഡി. സൊസൈറ്റിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജനറൽ ബോഡിയാണെന്ന് പറയുന്നത് ഫസ്റ്റ് ജനറൽ ബോഡി റൂൾ 8 പ്രകാരം വിളിക്കുന്നത്. അപ്പോൾ തൊട്ട് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയായിട്ട് കണക്കാക്കാം. പക്ഷേ സൊസൈറ്റിയുടെ വർക്കിംഗ് അല്ലേ, ബിസിനസ് എന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്? 6 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ കണ്ടീഷൻ പാലിക്കപ്പെടുന്നില്ല. സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, രജിസ്ട്രാർ നോക്കിയപ്പോൾ എന്താ 6 മാസം കഴിഞ്ഞു, സൊസൈറ്റി ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും രജിസ്ട്രാർ തീരുമാനിക്കും എന്താ? സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാൻ. അപ്പോൾ അവിടെയും രജിസ്ട്രാർ തീരുമാനിച്ചതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? വേർ ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ കിട്ടിയ 6 മാസത്തിനുള്ളിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങണമെന്നാണ് റൂൾ 7 പറയുന്നത്. അതിൽ ആ ഒരു പ്രൊവിഷൻ അനുസരിക്കാതിരിക്കുകയാണ്. എന്താ? സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, പക്ഷേ രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് തൊട്ട് 6 മാസം കഴിഞ്ഞിട്ടും സൊസൈറ്റി ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നേ. അപ്പോൾ എന്ത് ചെയ്യും? രജിസ്ട്രാർ അവിടെ നമ്മുടെ 71 പ്രകാരം ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ അങ്ങിടും. ഓക്കെ, ഇനി നിങ്ങൾ പ്രവർത്തനം തുടങ്ങണ്ട, അടച്ചു പൂട്ടുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. അൺലെസ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഈസ് ഗ്രാൻഡഡ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂൾ 7 നോർമൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 6 മാസം. രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കണം. രജിസ്ട്രാറിന് വേണമെങ്കിൽ ഒരു 6 മാസം ഫർദർ ഒരു 6 മാസവും കൂടെ ന്യായമായിട്ടുള്ള കാരണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങാത്തതിൻ്റെ കാരണം ന്യായമായിട്ടുള്ളതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാറിന് ഒരു 6 മാസവും കൂടെ കൊടുക്കാം എന്നുള്ളതാണ് റൂൾ 7 പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 6 മാസവും കൂടെ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ വൈൻഡിങ് അപ്പ് ഓർഡറിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ്? അൺലെസ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഈസ് ഗ്രാൻഡഡ്. ഓക്കെ,
സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുമില്ല, ഫർദർ എക്സ്റ്റൻഷൻ പീരീഡ് രജിസ്ട്രാർ ഗ്രാൻഡ് ചെയ്തിട്ടുമില്ല. ഓക്കെ, 6 മാസം കഴിഞ്ഞു, രജിസ്ട്രാർ ഒരു 6 മാസം കൂടെ നീട്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ 12 മാസം അല്ലേ, 6 6 12 മാസം, ആ 12 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങിയാൽ മതി. 6 മാസം അതിനകത്ത് ഓൾറെഡി കഴിഞ്ഞു, ഇനിയുള്ള 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങിയാൽ മതി. അപ്പോൾ പിന്നെ അവിടെ വൈൻഡിങ് അപ്പിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ എന്താണ് 6 മാസവും കഴിഞ്ഞു, രജിസ്ട്രേഷൻ കിട്ടി, ഫർദർ ആയിട്ടുള്ള 6 മാസം രജിസ്ട്രാർ ഗ്രാൻഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 71 പ്രകാരം വൈൻഡിങ് അപ്പ് ഓർഡർ കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വേർ ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഓഫ് ഇറ്റ് രജിസ്ട്രേഷൻ. സൊസൈറ്റി രജിസ്ട്രേഷൻ കിട്ടിയ 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുമില്ല, അൺലെസ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഈസ് ഗ്രാൻഡഡ് ബൈ ദ രജിസ്ട്രാർ. എന്താണ് ഫർദർ പീരീഡ്, ഈ പ്രവർത്തനം തുടങ്ങാനുള്ള ഫർദർ പീരീഡ് അല്ലേ, അധിക കാലയളവ് രജിസ്ട്രാർ നീട്ടി കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിലോ രജിസ്ട്രാർ എന്നാണോ 6 മാസം കഴിയുന്നത് അന്ന് തന്നെ സൊസൈറ്റി എന്ത് ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഓർ ഹാസ് സീസ്ഡ് ടു വർക്ക്. ഓക്കെ, സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങിയില്ല എങ്കിൽ, ഓക്കെ 6 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രാർ കൂടുതൽ കാലയളവ് നീട്ടി കൊടുത്തില്ല എങ്കിലും സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, സൊസൈറ്റി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചു. കണ്ടോ, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സൊസൈറ്റി സീസ്ഡ് ടു വർക്ക്, കണ്ടോ, പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഒരു കയർ സൊസൈറ്റി തന്നെ ആയിരിക്കോട്ടെ, അവിടെ വർക്കേഴ്സിനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലേ, അസംസ്കൃത വസ്തു കിട്ടുന്നില്ല. അപ്പോൾ ആ കയർ സൊസൈറ്റി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, പ്രവർത്തനം അവസാനിക്കും അല്ലേ, പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, പ്രവർത്തനമില്ലാത്ത സൊസൈറ്റി ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, വെറുതെ എന്തിനാണ് ഒരു സൊസൈറ്റി, അതുകൊണ്ട് എന്ത് ചെയ്യും, 71 പ്രകാരം ലിക്വിഡേഷനുള്ള ഓർഡർ കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രജിസ്ട്രാർ സ്വയം തീരുമാനിച്ച് സൊസൈറ്റി ലിക്വിഡേഷനുള്ള ഓർഡർ കൊടുക്കാനുള്ള 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. 71 സബ്സെക്ഷൻ 2 ക്ലോസ് സിയിൽ പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ, രജിസ്ട്രാർ സ്വയം ലിക്വിഡേഷൻ ഓർഡർ ഇടാനുള്ള മൂന്നാമത്തെ കാരണമാണ്. 3 കാരണങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ സബ്സെക്ഷൻ 1-നകത്ത് 3 കാരണങ്ങളാണ്, 65, 66. പിന്നെന്താണ്, ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 of the total number of members of the society is of opinion that the society is ought to be wound up. 3 കണ്ടീഷനാണ് നമ്മൾ സബ്സെക്ഷൻ 1-ൽ പഠിച്ചത്. ഇനി 2-ൽ പഠിക്കുമ്പോഴും 3 കണ്ടീഷനേ ഉള്ളൂ രജിസ്ട്രാർ ഓൺ മോഷനിൽ സ്വയം ലിക്വിഡേഷൻ ഓർഡർ ഇടാനുള്ളത്. അതിനകത്ത് മൂന്നാമത്തെ കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. എന്താണ്, വേർ ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫാൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻ ദ കേസ് ഓഫ് societies formed exclusively for the benefit of persons engaged in a particular industry or occupation. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ, ഒരു പ്രത്യേക വ്യവസായം അല്ലെങ്കിൽ പ്രത്യേക തൊഴിൽ, ആ മേഖലയിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒക്യുപ്പേഷൻ എന്താണ് അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റിയാണ്. ആ ആൾക്കാരുടെ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒക്യുപ്പേഷൻ ചെയ്യുന്ന ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി രൂപീകരിച്ച സൊസൈറ്റികളാണെങ്കിൽ അവിടെ ആക്ച്വൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, കണ്ടോ എന്ന് പറയുമ്പോൾ ആ തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ, അവരാണ് അവിടുത്തെ ആക്ച്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, അവർക്ക് വേണ്ടിയല്ലേ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആക്ച്വൽ വർക്കേഴ്സും ഉണ്ട്, സിമ്പതൈസർ മെമ്പറും ഉണ്ട് അല്ലേ. ആക്ച്വൽ വർക്ക്, അങ്ങനെയുള്ള സൊസൈറ്റി 2 തരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. ആക്ച്വൽ വർക്കേഴ്സ് ഉണ്ട്. ആക്ച്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒക്യുപ്പേഷൻ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഓക്കെ, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അവിടെ വരുന്ന ആക്ച്വൽ വർക്കേഴ്സ്, യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥത്തിൽ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ രണ്ടാമതൊരു മെമ്പർഷിപ്പ് ഉണ്ട്, സിമ്പതൈസർ മെമ്പർഷിപ്പ്. ഓക്കെ, അവിടെ സിമ്പതൈസർ മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു റൂളുണ്ട്, റൂൾ 17 ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളിലൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു സിമ്പതൈസർ മെമ്പർഷിപ്പ് ഉണ്ട്. അനുഭാവ മെമ്പർഷിപ്പ് നമ്മൾ പറയാറുണ്ട്. ഇവർ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വെളിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒക്യുപ്പേഷന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. ഇവർ ആക്ച്വൽ വർക്കേഴ്സ് അല്ല.
പിന്നെന്താണ്, ഈ ആക്ച്വൽ വർക്കേഴ്സിന് ചിലപ്പോൾ അവർ എന്താണ് അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ പഠിക്കാതെ തന്നെ അവർ പെട്ടെന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അങ്ങ് വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ സൊസൈറ്റി നയിച്ചുകൊണ്ട് പോകണമെന്ന് അറിയാൻ ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൊസൈറ്റികളെ നയിക്കുന്നതിന് വേണ്ടി ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിന്ന് വെളിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒക്യുപ്പേഷന് പുറത്തുള്ള ആൾക്കാർ, അല്ലേ, നല്ല അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കും. ആക്ച്വൽ വർക്കേഴ്സ് കൂടാതാണ് സിമ്പതൈസർ, അവരെ വിളിക്കുന്ന പേരാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന്. സിമ്പതൈസർ മെമ്പർ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെമ്പർഷിപ്പിനെ വിളിക്കുന്ന പേരാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ്. റൂൾ 17 പറയുന്ന പ്രകാരം ടോട്ടൽ മെമ്പേഴ്സിന്റെ 10% കൂടാൻ പാടില്ല, 10% എക്സീഡ് ചെയ്യാൻ പാടില്ല സിമ്പതൈസർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പതൈസർ മെമ്പർ എത്ര ആണെന്നുള്ളത് അതിൻ്റെ ബൈലോയ്ക്കകത്ത് പറഞ്ഞു, പക്ഷേ 10% കൂടാൻ പാടില്ല ഒരു കാരണവശാലും. ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ബൈലോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ബൈലോയ്ക്കകത്ത് പറയുകയാണ്, ഒരു കയർ സൊസൈറ്റി ആയിക്കോട്ടെ, അവിടുത്തെ സിമ്പതൈസർ മെമ്പേഴ്സിൻ്റെ എന്താണ് അളവെന്ന് പറയുന്നത്, അവിടുത്തെ എന്താണ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 8% പറഞ്ഞാൽ അത് ഓക്കെയാണ്. കാരണം എന്താ, 10% എക്സീഡ് ചെയ്തിട്ടില്ല, 10% കുറവാണ്. അപ്പോൾ എത്രയാണെന്നുള്ളത്, സിമ്പതൈസർ മെമ്പർഷിപ്പ് എത്രയാണെന്നുള്ളത്, ടോട്ടൽ മെമ്പേഴ്സിന് എത്രയാണെന്നുള്ളത് ആ സൊസൈറ്റിയുടെ ബൈലോയിലായിരിക്കും പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഒരു സൊസൈറ്റിയുടെയും എന്താണ് ടോട്ടൽ മെമ്പേഴ്സിൽ സിമ്പതൈസർ മെമ്പർഷിപ്പിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 10% കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു സൊസൈറ്റിയിൽ 8% സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി 92% ആരായിരിക്കും, അവിടുത്തെ ആക്ച്വൽ വർക്കേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞേ? അപ്പോൾ 92% ആക്ച്വൽ വർക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ ഒക്യുപ്പേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ അവിടെ വരുന്ന ആ മേഖലയിൽ വരുന്ന ആക്ച്വൽ വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ എപ്പോഴും ആ സൊസൈറ്റിയിൽ ഏതൊരു സമയത്തും ഈ 92% മിനിമം ആക്ച്വൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ബൈലോയിൽ പറയുന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് 91% ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ സൊസൈറ്റി ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സൊസൈറ്റി എന്ത് ചെയ്യും, വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ 71 പ്രകാരം രജിസ്ട്രാർ കൊടുക്കും. ഓക്കെ ആണോ? അപ്പോൾ അതാണ് കണ്ടീഷൻ. എന്താണ്, വേർ ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ, കണ്ടോ, ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എവിടെ പറഞ്ഞിട്ടുണ്ടാവും, ബൈലോയിൽ പറഞ്ഞേക്കുന്ന സിമ്പതൈസർ മെമ്പർഷിപ്പ് ഒഴിച്ചുള്ള ബാക്കി, അല്ലേ, ആ സിമ്പതൈസർ മെമ്പർഷിപ്പ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, ആ സൊസൈറ്റിയുടെ ആക്ച്വൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ആക്ച്വൽ മെമ്പേഴ്സ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സമയത്ത് ബൈലോയിൽ പറയുന്ന അത്രയും തന്നെ ഉണ്ടായിരുന്നു, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ഇത്ര ശതമാനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ ആക്ച്വൽ മെമ്പേഴ്സിൻ്റെ എണ്ണം താഴെ പോയി, ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബൈലോയിൽ പറയുന്നത് പോലെ ആ സൊസൈറ്റിയിൽ എന്തില്ല, ആക്ച്വൽ വർക്കേഴ്സിൻ്റെ എണ്ണം അത്രയില്ല. പിന്നെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയല്ലേ ആ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആ ആക്ച്വൽ വർക്കേഴ്സ് ആ ബൈലോയിൽ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനകത്ത് അത്ര ഇല്ല എങ്കിൽ പിന്നെ ആ സൊസൈറ്റി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലേ? ആ സൊസൈറ്റിയിൽ എന്താണ് നമ്മുടെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് രജിസ്ട്രാർ കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷനാണ് രജിസ്ട്രാർ സ്വയം ലിക്വിഡേഷനുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടി കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം 6 കാരണങ്ങൾ, സബ്സെക്ഷൻ 1 പ്രകാരം 3 കാരണങ്ങൾ, 65 ഇൻക്വയറി, 66 ഇൻസ്പെക്ഷൻ, അതേപോലെ 4 അംഗങ്ങൾ കുറയാത്ത ആളുകളുടെ ആപ്ലിക്കേഷൻ പ്രകാരം. ഇനി രജിസ്ട്രാർ സ്വയം ലിക്വിഡേഷൻ ഓർഡർ കൊടുക്കുന്നതാണ് നമ്മൾ സബ്സെക്ഷൻ 2 പഠിച്ചത്. അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, രജിസ്ട്രേഷൻ സമയത്ത് 25 മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് വേണം, അല്ലേ? സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ 25 മെമ്പേഴ്സ്, ഏറ്റവും കുറഞ്ഞ 25 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെപ്പോഴോ 25 താഴെ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലേ, അതായത് ആ 25 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. രണ്ടാമത്തെ കേസ് പറഞ്ഞ എന്താ, ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങണമെന്നാണ് നമ്മുടെ റൂൾ 7 പറഞ്ഞേക്കുന്നത്. ഇനി ആ സൊസൈറ്റിക്ക് ഈ 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഓക്കെ, ന്യായമായിട്ടുള്ള കാരണങ്ങളാണെന്ന് രജിസ്ട്രാറിന് ബോധ്യപ്പെടുന്ന പക്ഷം ഒരു 6 മാസവും കൂടെ അഡീഷണൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു, പക്ഷേ അഡീഷണലായിട്ട് 6 മാസം രജിസ്ട്രാർ കൊടുത്തിട്ടില്ല എങ്കിൽ ഇനി ആ സൊസൈറ്റി പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല, രജിസ്ട്രാർ അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ്റെയോ അവിടെ വരുന്ന ആളുകളുടെ, അവിടുത്തെ ആക്ച്വൽ വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സൊസൈറ്റികളാണെങ്കിൽ ആ ആക്ച്വൽ വർക്കേഴ്സിൻ്റെ എണ്ണം രജിസ്ട്രേഷൻ സമയത്ത് കറക്റ്റായിരുന്നു, ബൈലോയിൽ പറയുന്ന അത്രയും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴോ ആ ആക്ച്വൽ വർക്കേഴ്സിൻ്റെ എണ്ണം പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ താഴെ വന്നു കഴിഞ്ഞാൽ
പിന്നെ ആ സൊസൈറ്റി ആ ഒരു മെമ്പർ ആക്ച്വൽ വർക്കേഴ്സിൻ്റെ നേട്ടത്തിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്. കാരണം അത്രയും ബൈലോയിൽ പറയുന്ന അത്രയും ആക്ച്വൽ വർക്കേഴ്സ് അവിടെ ഇല്ല. അതുകൊണ്ട് ഇനി ആ സൊസൈറ്റി പ്രവർത്തിക്കാൻ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യും, 71 പ്രകാരം രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് ഉത്തരവ് കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ സബ്സെക്ഷൻ 1ഉം സബ്സെക്ഷൻ 2ഉം പറയുന്ന കാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 71ന്റെ സബ്സെക്ഷൻ 3 അപ്പോൾ 1ഉം 2ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഗ്രൗണ്ട്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി 3 എന്ന് പറയുന്നത് റീവൈറ്റലൈസേഷൻ ആണ്. എന്താണ് റീവൈറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ? പുനരുജ്ജീവനം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിയെ ഒരിക്കലും നമുക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ സൊസൈറ്റിയെ പറ്റും അല്ലേ? 71 പ്രകാരം രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുത്ത സൊസൈറ്റിയാണ് അല്ലേ, അതിനെ നിർത്തലാക്കണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് കൊടുത്തിരിക്കുവാണ്. ഓക്കെ, അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ 1ലും 2ലും കണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ആ സൊസൈറ്റിയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് രജിസ്ട്രാറിന് തോന്നിയാൽ അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്, ഒരു കാരണമുണ്ട്, കാര്യമുണ്ട്. അത് നമുക്ക് പറയാം എന്താണെന്ന്. അപ്പോൾ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം, ആ ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ തുടർന്ന് പ്രവർത്തിക്കാൻ വിടാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടേമാണ് റീവൈറ്റലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് സൊസൈറ്റിയിൽ റീവൈറ്റലൈസേഷൻ നടക്കുക? ഇപ്പം ഞാൻ ആ സബ്സെക്ഷൻ 2ൽ പറഞ്ഞ ഒരു കാര്യം തന്നെ പറയാം. നമ്മൾ പറഞ്ഞു ഒരു സൊസൈറ്റിയിൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സ് എത്ര പേര് വേണം? 25 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. 25ൽ കുറയാൻ പാടില്ല. അപ്പോൾ ഇൻ കേസ് ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് 25ൽ താഴെ ആയിക്കഴിഞ്ഞാൽ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഓർഡർ ആര് കൊടുക്കും? രജിസ്ട്രാർ കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാം കൂടെ ആ ലിക്വിഡേഷൻ ഓർഡർ ഇറങ്ങിയതിന് ശേഷം മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു നിവേദനം രജിസ്ട്രാർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീവൈറ്റലൈസേഷൻ ആപ്ലിക്കേഷൻ. എന്താണ്? ഈ 25 പേരെ ഞങ്ങൾ ഒപ്പിച്ചോളാം അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഈ കുറവുള്ള ആൾക്കാരെയും കൂടെ ഞങ്ങൾ സംഘടിപ്പിച്ച് 25 പേര് മിനിമം ആക്കി സൊസൈറ്റിയെ തുടർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യണം? ആ ഇട്ടേക്കുന്ന ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്ത് എന്താണ് സൊസൈറ്റിയെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ആ ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്ത് സൊസൈറ്റിയെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ ആ സൊസൈറ്റി വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ട് ആ ഡേറ്റ് തൊട്ട് 1 വർഷത്തിനുള്ളിൽ കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ എന്നാണോ രജിസ്ട്രാർ കൊടുത്തത് അന്ന് തൊട്ട് 1 വർഷമാണ് ടൈമിങ്. ആ 1 വർഷത്തിനുള്ളിൽ തന്നെ മെമ്പേഴ്സ് കൂടി ചേർന്നിട്ട് ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾക്ക് ഈ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് സൊസൈറ്റി തുടർന്ന് പ്രവർത്തിക്കാൻ രജിസ്ട്രാർ അനുവദിക്കണം. എന്ത് ചെയ്തുകൊണ്ട്? ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് എന്ന് തോന്നിയാൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? അവിടെ റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി വിച്ച് ഡസ് നോട്ട് കമൻസ് ഫംഗ്ഷനിങ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ തൊട്ട് മോളിൽ പറഞ്ഞല്ലോ, സെക്ഷൻ 71(3) എന്ന് പറഞ്ഞാൽ റീവൈറ്റലൈസേഷൻ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു റീവൈറ്റലൈസേഷൻ ഏത് സൊസൈറ്റിക്ക് ബാധകമല്ല? നമ്മൾ പഠിച്ച സെക്ഷൻ 71ന്റെ സബ്സെക്ഷൻ 2ബിക്കകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കണം. അപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതുമില്ല 6 മാസത്തിനുള്ളിൽ രജിസ്ട്രാർ അഡീഷണൽ പീരീഡ് ഗ്രാൻഡ് ചെയ്തിട്ടുമില്ല, അല്ലെങ്കിൽ ഫർദർ പീരീഡ് ഗ്രാൻഡ് ചെയ്തിട്ടുമില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്ട്രാർ സ്വന്തമായി തീരുമാനിച്ച് എന്ത് ചെയ്യും? ലിക്വിഡേഷൻ ഓർഡർ ഇറക്കും. അങ്ങനെയുള്ള സൊസൈറ്റികൾക്ക് എന്ത് ബാധകമല്ല? അങ്ങനെ ലിക്വിഡേഷൻ ഓർഡർ ആ കാരണം കൊണ്ട് ലിക്വിഡേഷൻ ഓർഡർ രജിസ്ട്രാർ പുറപ്പെടുവിച്ച സൊസൈറ്റികൾക്ക് എന്ത് ബാധകമല്ല? ഈ റീവൈറ്റലൈസേഷൻ ബാധകമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രജിസ്ട്രേഷൻ കിട്ടി പ്രവർത്തനം തുടങ്ങിയ സൊസൈറ്റികൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള സൊസൈറ്റികൾ ലിക്വിഡേഷൻ ഓർഡറിന് ശേഷം റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു, പക്ഷേ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, 6 മാസം കഴിഞ്ഞു, ഫർദർ പീരീഡ് ഗ്രാൻഡ് ചെയ്തിട്ടില്ല, ആ കാരണം കൊണ്ട് രജിസ്ട്രാർ എന്ത് ചെയ്തു? നമ്മുടെ പ്രസ്തുത സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യണം എന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊസൈറ്റി പിന്നീട് മെമ്പേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചിട്ട് കൊണ്ടുവന്ന റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ 1 വർഷത്തിനുള്ളിൽ ഡേറ്റ് ഓഫ് ഓർഡർ വിട്ട് 1 വർഷത്തിനുള്ളിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങാത്ത സൊസൈറ്റികൾ എവിടെ പറയുന്നു? സെക്ഷൻ 71(2)(b) പ്രകാരം അത്തരം കാരണങ്ങളാൽ വൈൻഡിങ് അപ്പ് ഓർഡർ സൊസൈറ്റികൾക്ക് ഇത്തരത്തിൽ റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ മെമ്പേഴ്സ് സബ്മിറ്റ് ചെയ്താലും രജിസ്ട്രാർ എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവിടെ റീവൈറ്റലൈസേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സൊസൈറ്റികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യിക്കും? അത് വൈൻഡപ്പ് ചെയ്തിരിക്കും. അതിനെ ഈ പറഞ്ഞ ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്ത് പ്രവർത്തനം പഴയതുപോലെ പ്രവർത്തനം നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പഴയതുപോലെ പ്രവർത്തിക്കാൻ അതിനെ അനുവദിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, പ്രവർത്തനം നടക്കുന്ന സൊസൈറ്റികൾക്കാണ് ഈ റീവൈറ്റലൈസേഷൻ ബാധകമായിട്ട് വരിക. ഇവിടെ ഈ 6 മാസമായിട്ടും സൊസൈറ്റി പ്രവർത്തനം, അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
അങ്ങനെയുള്ള സൊസൈറ്റികൾക്ക് എങ്ങനെയാണ് പഴയതുപോലെ ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്ത് പഴയതുപോലെ മുമ്പ് എങ്ങനെയാണോ അതേപോലെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്? അപ്പോൾ അവർക്കത് ബാധകമല്ല എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, കിട്ടുമല്ലോ. പരീക്ഷയ്ക്കൊപ്പം ചോദിക്കും റീവൈറ്റലൈസേഷൻ ഏത് കാരണത്താൽ ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്യുന്ന സൊസൈറ്റികൾക്കാണ് ബാധകമല്ലാത്തത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, രജിസ്ട്രേഷൻ കിട്ടി 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങാത്ത സൊസൈറ്റികൾ, അൺലെസ് ഫർദർ പീരീഡ് ഗ്രാൻഡ് ചെയ്യാത്ത സൊസൈറ്റികളാണെങ്കിൽ അവിടെ ലിക്വിഡേഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ റീവൈറ്റലൈസേഷൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല, ലിക്വിഡേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്യത്തുമില്ല, സൊസൈറ്റിയെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 71 പറഞ്ഞ് തീർത്തിട്ടുണ്ട് അല്ലേ. എന്താണ് 71 എന്ന് പറഞ്ഞാൽ? വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ ഓർഡർ ഓഫ് ലിക്വിഡേഷൻ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ആണ് പറഞ്ഞത്. അതിന്റെ 2 ടൈപ്പിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നിൽ സബ്സെക്ഷൻ 1 പ്രകാരം ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ രജിസ്ട്രാർ എന്ത് ചെയ്യാണ്? ലിക്വിഡേഷൻ ഓർഡർ ഇടുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ പ്രൊവിഷൻ അനുസരിക്കാത്തതിരിക്കുന്നത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള സൊസൈറ്റികളെ വൈൻഡപ്പ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് രജിസ്ട്രാർ മറ്റുള്ള കാരണങ്ങളൊന്നുമില്ല, രജിസ്ട്രാർ സ്വയം തീരുമാനിക്കുന്നു അവിടെ ലിക്വിഡേഷൻ ഇട്ട് ചെയ്തിരിക്കണം. പക്ഷേ അവിടെ പറഞ്ഞ ആ 2 പറഞ്ഞേക്കുന്ന 2 കാരണങ്ങൾ അല്ലെ, 2 കാരണങ്ങൾ എന്ത് ചെയ്യാം? റീവൈറ്റലൈസ് ചെയ്യാം, പുനർജീവിക്കാം. പക്ഷെ ഒരു കാരണത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീവൈറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.